ചില നിലപാടുകൾ കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. ബോബി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് കോടതി പരിശോധിക്കുകയാണ്. ഇറങ്ങിയതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയാണ്. നിരുപാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാൻ കോടതി നോട്ടീസ് അയക്കും. നിയമത്തിന്റെ മുകളിലാണ് ബോബിയുടെ വിചാരം, നിയമത്തിന് മുകളിലാണ് താൻ എന്നാണ് ബോബി വിചാരിക്കുന്നതെന്ന് കോടതി പറയുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ബോബി പറഞ്ഞത് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് കോടതി. ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കപ്പെടാൻ ഇറങ്ങിയ വേഗത്തിൽ തിരികെ പോകാനുള്ള സാധ്യത ഉണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് എടുക്കുന്നു. മറ്റ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നു. നിയമത്തിന് മുകളിലാണെന്ന് തോന്നൽ വേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി പറയുന്നു. രാഗിൻ വിവരങ്ങളുമായി കോടതിയിൽ നിന്ന് തുടരുന്നുണ്ട്. രാഗിൻ, ബോബിയോട് സംസാരിച്ച് മറുപടി അറിയിക്കാൻ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? തീർച്ചയായും, കാരണം 12 മണിക്ക് തന്നെ കോടതി കേസെടുത്തിരിക്കുകയാണ്. ആദ്യം ചോദിച്ചത് ഇന്നലെ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് എന്ന കാര്യമാണ് കോടതി അഭിഭാഷകരോട് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിച്ച മറ്റൊരു കാര്യം, മറ്റു സഹതടവുകാരുടെ കാര്യങ്ങൾ നോക്കാൻ ബോബി ആരാണ് എന്ന കാര്യവും ചോദിച്ചു. ബോബിയുടെ വിചാരം താൻ എല്ലാത്തിനും മുകളിലാണെന്നാണ്, ആ ധാരണ വേണ്ട എന്ന കാര്യവും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് എന്താണ് എന്ന കാര്യം അറിയണം എന്ന കാര്യം കോടതി വ്യക്തമാക്കി. ഇത് നിരുപാധികം മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് അയക്കും എന്നും കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ബോബിയോട് സംസാരിച്ച ശേഷം മറുപടി പറയൂ എന്നാണ് അഭിഭാഷകരോട് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയോട് കളി വേണ്ട എന്ന കാര്യവും കൂടി കോടതി ഇപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള, വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നാടകങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരികയാണ് രാഗിൻ. എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് കോടതി എന്താണോ ഈ കേസിലെ പരാതിക്കാരി പറഞ്ഞത് അത് കൃത്യമായി സാധൂകരിക്കുന്ന ഒരു പരാമർശം കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണ്. എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതേണ്ട എന്ന് കോടതി 1:45 കേസ് വീണ്ടും പരിഗണിക്കും. ബോബി ചെമ്മണ്ണൂരുമായി സംസാരിച്ച അഭിഭാഷകർ നിലപാട് അറിയിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന്. 1:45 കോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയാൻ പോവുകയാണ്. ഒരുപക്ഷെ അഭിഭാഷകൻ നിരുപാധികമായ മാപ്പപേക്ഷ കോടതി മുമ്പാകെ സമർപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ജാമ്യം ക്യാൻസലായി പോകുന്ന സാഹചര്യം ബോബി നേരിടേണ്ടി വരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ജയിലിന് മുമ്പിലെ പ്രകടനത്തിൽ കോടതിക്ക് അതൃപ്തി ഉണ്ട് എങ്കിൽ അത് ഹൈക്കോടതിയോടുള്ള പരിഹാസമായിട്ടാണ് കോടതി കണ്ടിരിക്കുന്നത്. കോടതിയോട് കളി വേണ്ട എന്ന് കടുത്ത ഭാഷയിൽ കോടതി പറയുന്നു. ഇന്നലെ മകരവിളക്കൊക്കെ ആയതുകൊണ്ട് നല്ല ടെലിവിഷൻ സ്പെക്ടക്കിൾ ഉണ്ടാവില്ല എന്ന നിലയിലാണ് ബോബി ചെമ്മണ്ണൂർ അകത്ത് തുടർന്നത്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്തോ തടവുകാരുടെ കാര്യം ഒക്കെ ആണെങ്കിൽ പോലും അത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ കോടതി അതിരൂക്ഷമായ വിമർശനം നടത്തുകയും ബോബി ചെമ്മണ്ണൂരിന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്തത്.